എനിക്ക് രാഷ്ട്രീയത്തിൽ പരിഭവമെന്നുകൊണ്ട് സംഗതിയില്ല, നിരാശയില്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പറ്റുന്ന പോലെ പ്രവർത്തിക്കുക, ആ പ്രവർത്തിക്കാൻ വയ്യെങ്കിൽ നിർത്തുക. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CMB ജനറൽ സെക്രട്ടറി, UDFൻ്റെ സെക്രട്ടറി ശ്രീ CP ജോനാണ് നമ്മോടൊപ്പം. നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. പക്ഷേ കോൺഗ്രസ് അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ നിന്ന് തിരുവനന്തപുരത്തെ മാറ്റിയിട്ടുമില്ല. ആ സീറ്റ് എങ്ങനെയാണ് CMBയിലേക്ക് എത്തുന്നത്? CMB ഇവിടെ പണ്ട് മത്സരിച്ചൊരു മണ്ഡലം കൂടിയാണ്. കൃത്യമായി മണ്ഡലം അല്ലെങ്കിലും 2001 അന്ന് പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഏറ്റെടുത്ത് 2001 MVR ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അതിനു മുൻപും ഈ നഗരത്തിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കഴക്കൂട്ടത്ത് 91 വലിയ മാർജിന് തോറ്റ സന്ദർഭത്തിലാണ് MVR അവിടെ ജയിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് തെക്ക് കിടക്കുന്ന നിയമമണ്ഡലത്തിൽ അവിടെയും CMB സ്റ്റാൻലി സത്യനേശൻ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ നഗരത്തിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് UDFൻ്റെ മേയർമാർ എന്ന് ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് MP പത്മനാഭനെയും സ്റ്റാൻലി സത്യനേശനെയും CMB നേതാക്കളാണ്. അപ്പം ഞങ്ങൾക്ക് വളരെ പരിചിതമായ, ഞങ്ങളെ പരിചയമുള്ള ഒരു മണ്ഡലമാണല്ലോ തിരുവനന്തപുരം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈ മണ്ഡലത്തിലാണ്. എൻ്റെ വീട്, ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ട് 26 കൊല്ലമായി. ഇവിടെ 40-45 കൊല്ലമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ കുട്ടികൾ ഇവിടെ ജനിച്ച് വളർന്നവരാണ്. SAT ആശുപത്രി ജനിച്ച് കോട്ടൺ ഹില്ലിൽ പഠിച്ച് അങ്ങനെ എൻ്റെ ഭാര്യയും ഇവിടെ ജോലി ചെയ്തു. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 80 തൊട്ട് തന്നെ ഞാൻ SFI പ്രസിഡൻ്റായിട്ട് തിരുവനന്തപുരമാണ് എൻ്റെ അഡ്രസ്സ്. അതുകൊണ്ട് തിരുവനന്തപുരം നാച്ചുറലായിട്ട് നമ്മൾ ക്ലെയിം ചെയ്ത ഒരു മണ്ഡലമാണ്. അത് തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തോറ്റു എന്നുള്ളതുകൊണ്ട് ഒരു പരാജയപ്പെടുന്ന മണ്ഡലമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് UDF ഒരു ജയസാധ്യതയുള്ളൊരു മണ്ഡലം CMBക്ക് തന്നു. ഈ തിരുവനന്തപുരത്തെ മുൻ MLA VS ശിവകുമാർ അരുവിക്കരയിലേക്ക് മാറുന്നു, KS ശബരിനാഥൻ നേമത്തേക്ക് മാറുന്നു, T ശരചന്ദ്രപ്രസാദ് കഴക്കൂട്ടത്തേക്ക് മാറുന്നു. ഇവരെല്ലാം തിരുവനന്തപുരം സീറ്റ് ആഗ്രഹിച്ചവരാണ്. അതോടൊപ്പം തന്നെ ഒരുപടി കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളും തിരുവനന്തപുരം സീറ്റ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്ത് അവരെ ഒന്നും പിണക്കാതെ CP ജോണിന് തിരുവനന്തപുരം തരുമ്പോൾ അത് UDF CP ജോണിന് വേണ്ടി ചെയ്യുന്നൊരു ത്യാഗമായിരുന്നു. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കാരണം UDF ഈ സീറ്റ് ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. ഞങ്ങൾക്ക് അർഹമായ ഒരു കാര്യം അവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആസ്പിരൻസ് അവരെ അക്കോമഡേറ്റ് ചെയ്യുക, അവരൊന്നും പിന്നെ ഞങ്ങളുമായിട്ട് തർക്കമുള്ള ആളുകളെ അല്ല. അവരായിട്ട് തർക്കമില്ല. അത് പക്ഷേ മാധ്യമങ്ങൾ അതിൻ്റെ ഒരു നെറേറ്റീവ് ശരിയല്ല. കാരണം ഞങ്ങൾ ഒരു വ്യക്തിയായിട്ടും തർക്കിക്കാനില്ല. എന്തെങ്കിലും തർക്കം ഉണ്ടാവുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്നുള്ളതാണ്. പാർട്ടികൾക്കാണ് സീറ്റ് അലോട്ട് ചെയ്യുന്നത്, CMBക്കാണ് സീറ്റ്. പക്ഷേ അവരൊക്കെ ആദ്യം ക്ലെയിം ഉന്നയിച്ചിരുന്നു. അത് അവരുടെ പാർട്ടിയിൽ അവർക്ക് ക്ലെയിം ഉന്നയിച്ചൂടെ? അപ്പോൾ എൻ്റെ പാർട്ടിയിൽ വേറൊരാൾക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞൂടെ? അപ്പോൾ അത് നമുക്കിപ്പോൾ ചർച്ചാ വിഷയമേ അല്ല അത്. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ അതും പരിണതപ്രജ്ഞരായ നേതാക്കന്മാരാണ്. ശരചന്ദ്രപ്രസാദ് MLA ആയിരുന്ന ആളാണ്, KSU പ്രസിഡൻ്റായിരുന്ന ആളാണ്. KSU പ്രസിഡൻ്റായിരുന്ന ആളാണെന്ന് മാത്രമല്ല, ഈ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ 77 സുരേഷ് കുറുപ്പ് ജയിച്ചതിന് ശേഷം ശരചന്ദ്രപ്രസാദ് മാത്രമേ ജയിച്ചുള്ളൂ. വളരെ ടോപ്പ് ലീഡറാണ്. അതുപോലെ തന്നെ VS ശിവകുമാർ MP MLA മന്ത്രിയാണ്. അപ്പോൾ ഞാൻ ആ പേരുകളിലേക്ക് പോകുന്നേ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് അവരുടെ പാർട്ടിയിലെ ക്ലെയിമാണ്. അല്ലാതെ ഞങ്ങളുമായിട്ട് അവർക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ. എൻ്റെ ഇൻഡിവിജ്വലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ് വ്യക്തിപരമായിട്ട്. ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയതിന് ശേഷം നിലവിലെ അവസ്ഥ എന്താണ്? കോൺഗ്രസ്സുകാരെല്ലാം സഹകരിക്കുന്നുണ്ട്. അയ്യോ, ഇന്നലെ വലിയ ഒരു പുതിയ തലമുറയുടെ ഭാഷ പറഞ്ഞാൽ വലിയ വൈബല്ലേ. അപ്പോൾ ഇന്നലെ പഴവങ്ങാടിയിൽ നിന്നാണ് ട്രഡീഷണലായിട്ട് തിരുവനന്തപുരത്ത് അങ്ങനെയാണല്ലോ എല്ലാ കാര്യവും. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ മുകളിൽ വന്ന് ചെയ്യുക എന്നുള്ളത്, അത് ഞാനും അവിടെ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വെട്ടുകാട് പോയി, ഭീമാപ്പള്ളിയിൽ പോയി. അങ്ങനെ ഇതൊരു വലിയൊരു പ്രാധാന്യമുള്ളൊരു മണ്ഡലമല്ലേ. അപ്പോൾ അവിടെയൊക്കെ പിന്നെ 100 കണക്കിന് ആൾക്ക് ഭീമാപ്പള്ളിയിൽ ഇന്നലെ ചെല്ലുമ്പോൾ നൊയമ്പിൻ്റെ
മൂർധന്യ ദിവസങ്ങളാണല്ലോ, എന്നിട്ടും അവരവിടെ നമ്മളെ കാത്തു നിന്നു. വെട്ടുകാടും നൂറുകണക്കിന് ആൾക്കാർ കാത്തു നിന്നു. എനിക്ക് ഇവിടുത്തെ കോൺഗ്രസ്സിനെ നല്ലതുപോലെ അറിയാമെന്ന് മാത്രമല്ല, ഞാനൊരു ഭാഗം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്, ഈ നഗരത്തിലെ കേരളത്തിലെന്ന് ഞാൻ പറയും, ഈ നഗരത്തിലെ ഒരു UDF വളണ്ടിയറാണ് ഞാൻ. അത് ബൈ ഇലക്ഷൻ ആണെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷൻ ആണെങ്കിലും കോർപ്പറേഷൻ്റെ ബൈ ഇലക്ഷൻ ആണെങ്കിലും പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും എല്ലാം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലീഡറുടെ തെരഞ്ഞെടുപ്പൂടെ നടക്കുമ്പോൾ അന്ന് നോർത്ത് ഈസ്റ്റ് എന്നൊക്കെയാണല്ലോ അന്ന് വെസ്റ്റ്. അതിൽ നോർത്ത് മണ്ഡലത്തിൻ്റെ ഏക എന്താ പറയുക ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ചാർജുകാരൻ ഞാനായിരുന്നു, ലീഡറുടെ ചാർജുകാരൻ ഞാനായിരുന്നു. അതേപോലെ തന്നെ കെ കരുണാകരൻ മുതൽ ഇപ്പോൾ ഇവിടെ മത്സരിച്ച നീതു, ഈ വാർഡിൽ മത്സരിച്ച നീതുവിൻ്റെ കൂടെ ഞാൻ 10-200 വീട്ടിൽ കയറി. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 2000-ഓളം വീട് കയറിയ ഒരാളാണ് ഞാൻ ഈ നഗരത്തിൽ. വേറെ പുറത്ത് ജില്ലകളിൽ പോയതല്ല, അത് വേറെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ശശി തരൂരിൻ്റെ 4 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഒരു വളണ്ടിയറായിരുന്നു. ഞാൻ വളണ്ടിയറിനെ പറയുന്നുള്ളൂ. തിരുവനന്തപുരം പരിചിതമായൊരു നഗരമാണെന്ന് പറയുന്നു. ഒരു തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരം വളർന്നിട്ടുണ്ടോ? തലസ്ഥാനമെന്ന രീതിയിൽ ഒരു ഘട്ടം വരെ പിന്നെ തിരുവനന്തപുരം വേണ്ടത്ര വളർന്നില്ല. വാസ്തവത്തിൽ പട്ടംനാൾ പിള്ള സാറിനെ പോലുള്ള ആളുകളാണ് രാജഭരണം അവസാനിച്ചതിന് ശേഷം ഒരു സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. അതിനുശേഷം AK ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോഴാണ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ട് കൊണ്ടുവരികയും ഇവിടെയുള്ള 10-100 കിലോമീറ്റർ റോഡുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൊരു പ്രോജക്റ്റ് ഇട്ട്. അത് PK വേണുഗോപാലാണ് അന്ന് ട്രിഡ ചെയർമാൻ. അവരാണ് നമ്മുടെ ഈ ഓവർബ്രിഡ്ജ്, നമ്മുടെ എന്താ പറയുക ബേക്കറി ജംഗ്ഷനുമായി ബന്ധപ്പെട്ട ഓവർബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഓവർബ്രിഡ്ജുകൾ ഉണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ കാലത്താണ്. മീൻ വൈൽ അവിടെ നമ്മുടെ ഈ നഗരം മറ്റൊരു സ്ഥലത്തേക്ക്, കഴക്കൂട്ടത്തേക്ക്, അതും 91 കാലത്താണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. MVR ആണ് അവിടെ തറക്കല്ല് ഇടുന്ന. നമ്മുടെ ഇപ്പോഴത്തെ നമ്മളെല്ലാവരും നിങ്ങളുടെ തലമുറയ്ക്ക് വളരെ പരിചിതമായിട്ടുള്ള ടെക്നോ പാർക്ക് നിൽക്കുന്ന റോഡില്ലേ, അത് 92-94 കഴിഞ്ഞിട്ട് കൂത്തുപറമ്പ് സംഭവം കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമുള്ള സമയത്താണ് അത് തറക്കൽ. അതിന് മുമ്പ് ആ റോഡില്ല. അപ്പോൾ അതിപ്പോൾ സമാന്തരമായൊരു നഗരമായിട്ട് മാറി. അതേപോലെ തന്നെ അത് നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയതിൽ MVRൻ്റെ സിഗ്നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ആ ശരിക്കുള്ള ഉപ്പ് ഇട്ടുള്ളതാണ് ആ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തിന് ഈ കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്ക് ഏരിയ, IT ഏരിയ, വിഴിഞ്ഞം തുറമുഖം, കുറച്ചും കൂടെ വടക്കോട്ട് പോയ വർക്കല, ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു ടോട്ടൽ ഇമ്പ്രൂവ്മെൻറ്റ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ നഗരമുണ്ടല്ലോ, ഈ എന്താ പറയുക കോർ ട്രിവാൻഡ്രം, ആ കോർ ട്രിവാൻഡ്രത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ കോസ്റ്റൽ ഏരിയയിലെ സീ ഇറോഷൻ. ആ സീ ഇറോഷൻ അവിടുത്തെ ദാരിദ്ര്യത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. അവിടെ വളരെയധികം കഷ്ടപ്പെട്ട് കടലിൽ പോയി മീൻ പിടിക്കുന്ന ആളുകളാണ് നമ്മുടെ പൂന്തറയിലും അതുപോലെ തന്നെ ഇങ്ങോട്ട് വെട്ടുകാട് വരെയുള്ള പ്രദേശങ്ങൾ, കോസ്റ്റൽ ഏരിയ, വലിയതുറയും ഭീമാപ്പള്ളിയും ഒക്കെ തന്നെ. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ കഷ്ടപ്പാട് ഈ സീ ഇറോഷനും കാലം തെറ്റിയ മഴയും ഓക്കി ദുരന്തവും പോലുള്ള കൊടുങ്കാറ്റുകളുമൊക്കെ വന്ന് ആകെ ഷാറ്റർ ചെയ്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്, ഇപ്പോഴും ഭരിക്കുന്ന ഗവൺമെൻറ് അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടുത്തെ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഉദാഹരണത്തിന് അവിടെ പണിത് കൊടുത്ത വീടുകൾ ഒരു 10-15 വർഷം മുമ്പ് പണിതിട്ടുള്ള വീടുകൾ ചോർന്നിരിക്കുക, കോൺക്രീറ്റ് വീടുകൾ. അവിടുത്തെ ടോയ്ലറ്റുകൾ പലതും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ ഹോസ്പിറ്റലിൽ ആരുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവിടുത്തെ ഹെൽത്ത് കൺസേൺ, ഒരു കോസ്റ്റൽ ഹോസ്പിറ്റൽ നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, കോസ്റ്റൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക. അത് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഗവൺമെൻറ് ആശുപത്രികൾ, കൃത്യമായ മാൻ പവർ കൊടുത്തുകൊണ്ട് അവിടെ ഡോക്ടർമാർ നഴ്സുമാർ കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം. അതാണ് ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ ഈ നഗരത്തിലേക്ക് വന്നാൽ മഴക്കാറ് കണ്ടാൽ വെള്ളപ്പൊക്കം വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. അതെത്ര പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പം അതിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇവിടെ കുറേ കുളങ്ങളൊക്കെ മൂടിപ്പോയി. അത് ജിജി തോംസൺ
ഓപ്പറേഷൻ ഓപ്പറേഷൻ അനന്ത കുറേ ശ്രമിച്ചു. അപ്പം അദ്ദേഹത്തെ പോലുള്ള എക്സ്പെർട്ടുകളുടെ അദ്ദേഹം ഒരു എക്സ്പെർട്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഈ കുളങ്ങൾ റിവൈവ് ചെയ്ത ഒരാളാണ്. പാലക്കാട് ജില്ലയിൽ 400ഓളം കുളങ്ങൾ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ രാജാവിൻ്റെ കാലത്ത് എന്ന് പറയുന്ന ഒരു വെള്ളം ഒഴുക്ക് സമ്പ്രദായമുണ്ട്. വെള്ളത്തിന് ഒഴുകി പോണ്ടേ, പെയ്താൽ പോരല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സോക്കോൾഡ് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് കുറേ നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ കാലം വരൾച്ച ആയിരുന്നു പ്രശ്നം എന്നുള്ളതുകൊണ്ട് ഈ വെള്ളക്കെട്ട് ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരൾച്ചയല്ല പ്രശ്നം. ഇന്ത്യയിൽ നിരന്തരമായ വെള്ളപ്പൊക്കങ്ങളാണ് ഒരു 10-20 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരൾച്ച 2002 അവസാനത്തെ വരൾച്ച. അതുകൊണ്ട് നമുക്ക് ആ പ്രോജക്റ്റ് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഇവിടെ സ്യൂവേജ് ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന ഏരിയ പഴയ തിരുവനന്തപുരത്ത് സ്യൂവേജും അതുപോലെ തന്നെ അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് വലിയ എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റിയാണ്. ഇവിടെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഇവിടെ അടുത്ത കാലത്ത് ചെയ്തു. നമ്മുടെ വഴുതക്കാട് റോഡൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വെള്ളം കിട്ടാത്തത്. അപ്പോൾ അതിന് പമ്പിങ്ങിൻ്റെ സ്ട്രെങ്ത് കുറച്ചു. അപ്പോൾ ഇട്ടിട്ടുള്ള പൈപ്പുകളുടെ സ്ട്രെങ്ത് കുറവായിരിക്കാം. കാരണം പ്രഷർ കൊടുക്കും പൈപ്പ് പൊട്ടുകയാണ്. പൈപ്പ് പൊട്ടൽ, കുടിവെള്ളം കിട്ടാതിരിക്കൽ, ഇങ്ങനത്തെ 100,000 പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ ചാല ഒരു ട്രഡീഷണൽ വ്യാപാര കേന്ദ്രമാണ്. ധാരാളം വേറെ മാളുകളും കെട്ടിടങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണെങ്കിലും അവിടുത്തെ ചെറുകിട ബിസിനസ് നല്ല പ്രതിസന്ധിയിലാണെന്നാണ് ആളുകൾ പറയുന്നത്. അവിടെ പാളയത്താണെങ്കിലും ചാലയാണെങ്കിലും മണക്കാടാണെങ്കിലും ആ ചെറുകിട ബിസിനസ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് പ്രത്യേകിച്ചും ഒക്കെ നിക്ഷേപം എന്ന് പറയുകയാണ്. നിക്ഷേപം വേണം. പക്ഷേ ഈ സ്മോൾ ബിസിനസ് ഇല്ലേ, കച്ചവടക്കാർ, അവർക്കൊരു പെർ ഡേ എത്ര രൂപ ബിസിനസ്സുണ്ട്, അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലും വാടകയും കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അവിടെയൊക്കെയല്ലേ തൊഴിൽ കിടക്കുന്നത്. ഇപ്പോൾ ഞാനിന്നലെ പഴവങ്ങാടിക്ക് പോയതിന് ശേഷം അവിടുത്തെ കടകളിലൊക്കെ കയറി. അവരൊക്കെ വളരെ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതാണ് അടുത്തൊരു പത്മനാഭസ്വാമി ക്ഷേത്രം ഇപ്പോൾ വലിയൊരു കേന്ദ്രമായി. അതൊരു ഭക്തിയുടെ കേന്ദ്രം തന്നെയാണത്. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വലിയൊരു വാർത്തകളും ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഉത്തരേന്ത്യൻ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഭക്തർ അവർ വന്ന് നിറയുകയാണ്. പക്ഷെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും നമ്മളിപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആളുകൾ വൻതോതിൽ വരുന്നു എന്നുള്ളത് ഇപ്പോൾ താങ്കളുടെയും മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കുറേ ഇമ്പ്രൂവ്മെൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ആ ക്ഷേത്രമാണല്ലോ ഈ നഗരത്തിൻ്റെയും ഒരുപക്ഷേ നമ്മുടെ ഈ ജില്ലയുടെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളം അതാണ്, ഒരു മാർക്ക് അതാണ്. അപ്പോൾ അതിനെല്ലാം കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്താണ് ആറ്റുകാൽ കിടക്കുന്നത്. ടെക്നിക്കലി മണ്ഡലത്തിലല്ല, പക്ഷേ ആറ്റുകാലിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മണക്കാടും ചാലയും ഒക്കെ നമുക്ക് ഈ മണ്ഡലത്തിലാണ്. ഈ തിരുവനന്തപുരം നഗരം 4 പതിറ്റാണ്ടോളം CPM ആണ് കോർപ്പറേഷൻ ഭരിച്ചത്. അതിനുശേഷം ഇപ്പോൾ BJP അധികാരത്തിലെത്തി. അവരുടെ ഒരു മതയുദ്ധ കാലം കഴിഞ്ഞേ ഉള്ളൂ. അവരുടെ ഒരു താങ്കളെ ആശയപരമായി ഏറ്റവും അധികം എതിർക്കുന്ന ഒരു സംഘടന കൂടിയാണ് BJP. അവരുടെ ഒരു ഭരണത്തെ എങ്ങനെ കാണുന്നു? താങ്കളുടെ MLA ആയിട്ട് വന്നാൽ അവരോട് എത്രമാത്രം സഹകരിച്ചു പോകും? സഹകരിക്കാൻ ആരുമായിട്ടും സഹകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു ജനപ്രതിനിധി മറ്റെല്ലാ ഭരണരൂപങ്ങളുമായിട്ടും സഹകരിക്കണം. അതിൽ രാഷ്ട്രീയം നോക്കില്ല. രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഭരണം കൊണ്ട് അവർ പറഞ്ഞതൊന്നും അങ്ങോട്ട് നടന്നില്ല. 2 കാര്യങ്ങളാണ് അവർ ഇങ്ങനെ നോക്കിയിരുന്നത്. കുട്ടികൾ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന നോക്കിയിരിക്കുന്ന പോലെ പ്രധാനമന്ത്രി വന്നിവിടെ കുറേ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം കാര്യമായിട്ടൊന്നും അദ്ദേഹം പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഓരോ കോർപ്പറേഷനൊക്കെ പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല. ഞാൻ ചീഫ് മിനിസ്റ്റർമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പ്ലാനിംഗ് ബോർഡിൽ. അപ്പോൾ ആ നിലയിൽ ഞാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസുമായിട്ടും ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണല്ലോ. പ്ലാനിംഗ് കമ്മീഷനുള്ള കാലമല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ പ്രൈം മിനിസ്റ്റർ അല്ലേ എൻ്റെ ചെയർമാൻ. പക്ഷേ എൻ്റെയൊക്കെ അറിവ് വെച്ച് അങ്ങനെ പ്രൈം മിനിസ്റ്ററൊന്നും ഒരു കാര്യം പ്രഖ്യാപിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ബജറ്റിൽ അത് വരും എന്ന് പറഞ്ഞു. ബജറ്റിലും കാര്യമായിട്ടൊന്നും
ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും വന്നില്ല. അതിലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. പറഞ്ഞ ആളുകൾക്ക് അബദ്ധം പറ്റിയെന്നല്ലാതെ ഞാനങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളല്ല. അങ്ങനെ അല്ല അതൊന്നും സംഭവിക്കുന്നത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ചർച്ചകളിൽ കൂടെയൊക്കെയാണ് അതൊക്കെ ഉരുത്തിരിയേണ്ടത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന UDF ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹായം കൊണ്ട് നമ്മുടെ ഈ നഗരത്തെ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ നഗരങ്ങളൊക്കെ തലസ്ഥാനങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂർ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ അവർക്ക് വലിയൊരു ഗ്രീൻഫീൽഡ് പിന്നെ എയർപോർട്ടൊക്കെ ഉണ്ടായി. ഇവിടെ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ ശിവകുമാർ മന്ത്രിയായിരുന്ന കാലത്ത് ഇതെല്ലാം ടെക്നിക്കലി മണ്ഡലമല്ല, റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. നമ്മുടെ ജനറൽ ഹോസ്പിറ്റല്, ആ ജനറൽ ഹോസ്പിറ്റലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ മണ്ഡലത്തിലുള്ള തൈക്കാട് ആശുപത്രി ഉപയോഗിച്ചുകൊണ്ട് ഫോർട്ട് ഹോസ്പിറ്റലിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് സാങ്ഷൻ ആയതാണ്. 100 കുട്ടികൾക്ക് MBBSന് സാങ്ഷൻ അല്ലെങ്കിൽ സീറ്റ് കിട്ടിയതാണ്. ഈ ഗവൺമെൻറ് അത് വേണ്ടാതെ വെച്ചൊന്നും മാത്രമല്ല, നമ്മുടെ ട്രഡീഷണൽ മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു കട്ടിലിൽ തന്നെ പനി വന്ന ആളും ടൈഫോയിഡ് വന്ന ആളും കിടക്കുകയാണ്. ഒരു തമാശയായിട്ട് പറയുന്നതല്ല. വ്യത്യസ്ത രോഗങ്ങളുള്ള ആളുകളെ ഒരേ കട്ടിലിൽ പിടിച്ച് കിടത്തുക, അതേപോലെ തന്നെ സർജറി കഴിഞ്ഞ ആൾക്കാരെ റോഡിൽ പിന്നെ വരാന്തയിൽ കിടത്തുന്ന സാഹചര്യത്തിൽ 5 നില കെട്ടിടം അവിടെ അടച്ചിട്ടിരിക്കുക. എത്ര കൊല്ലമായിട്ട്? 10 കൊല്ലമായിട്ട്. 10 കൊല്ലമായിട്ട് ഒരു മെഡിക്കൽ കോളേജ് സാങ്ഷൻ കിട്ടി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഈ നഗരത്തിന് കിട്ടിയിട്ട് അത് അടച്ചു പൂട്ടിയിട്ട് ഒരു ഗവൺമെൻറ്റിന് എന്ത് അവാർഡാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ അത് ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് എന്നാണ് അതിന് പേരിട്ടത്. അപ്പോൾ ഇതൊക്കെ എന്നിട്ട് ഇതിനൊക്കെ PR പറഞ്ഞ് ഞങ്ങൾ ഒന്നാമതായി ഇതേപോലെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഒന്നും ആയില്ല, വയനാട് മെഡിക്കൽ കോളേജ്, ഇതൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. UDFനെ കുറിച്ച് പറയാനുള്ള ഒരു വലിയ കുറ്റം ഞങ്ങൾ അൺഎയ്ഡഡ് കോളേജ് തുടങ്ങിയതാണ്. ആ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുത്തു, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഇപ്പോഴവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല. അപ്പോൾ UDF എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് അജണ്ടയാണ്. പിടിവാശിയും കണ്ടുപിടുത്തങ്ങളും കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പോൾ സിയാഗ് UDFൻ്റെ സംഭാവനയാണ്, വിഴിഞ്ഞം UDFൻ്റെ സംഭാവനയാണ്. എന്നാൽ ഗവൺമെൻറ് കോളേജ് കൊണ്ട് തുടങ്ങണമെങ്കിൽ അത് തുടങ്ങാം, മെഡിക്കൽ കോളേജ് തുടങ്ങാം. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം എന്നത് തന്നെ MBRൻ്റെ ഒരു ആശയമായിരുന്നു. 2001-2006 അദ്ദേഹം തിരുവനന്തപുരം വെസ്റ്റിൻ്റെ MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഈ മണ്ഡലം ഒഴിഞ്ഞുപോയി. അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അതുകൊണ്ടല്ലേ ഇത്തവണ നിങ്ങൾക്ക് ഇത്രയധികം ബുദ്ധിമുട്ടേണ്ടി വന്നത്? MBRൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് കേരളത്തിലെ ആർക്കും ഇല്ലാത്തൊരു ശൈലിയാണല്ലോ. ഇപ്പോൾ അദ്ദേഹം ഒരു PSCയിലെ ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അതിന് ഉത്തരം MV രാഘവൻ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മണ്ഡലത്തിൽ മത്സരിച്ചു, പിന്നെ മറ്റൊരു സ്ഥലത്ത് മത്സരിക്കാം. ഇത്രയും പാൻ കേരള പ്രസൻസുള്ളൊരു നേതാവ് അപൂർവമേ ഉള്ളൂ. CMBക്ക് അങ്ങനെ ഒരു കുത്തക മണ്ഡലം ഇല്ലാതെ പോയത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഇപ്പോൾ ദോഷം ചെയ്തിട്ടില്ലേ? CMBയുടെ ഒരു പ്രോബ്ലം എന്താണ്? ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് പറയേണ്ട കാര്യങ്ങളല്ല എങ്കിൽ പോലും CMBക്ക് കേരളത്തിൽ എല്ലായിടത്തും പ്രസൻസ് ഉണ്ട്. ക്ഷമിക്കണം, 14 ജില്ലകളിലും പ്രസൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് RMB ആയിട്ട് താരതമ്യം ചെയ്യാമല്ലോ. RMBക്ക് വടകരയിൽ അവരുടെ ശക്തിയുടെ ഒരു വലിയ ഭാഗം അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും ആ ഒരു കോൺസ്റ്റിറ്റ്വൻസിയിലാണ്. അപ്പോൾ ഈ മണ്ഡലം എന്ന രീതിയിൽ നോക്കുമ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ CMBക്കാരും ഒരു മണ്ഡലത്തിലായിരുന്നെങ്കിൽ നോ പ്രോബ്ലം, അവിടെ ഒറ്റയ്ക്ക് ജയിക്കാം. പക്ഷേ ഞങ്ങളൊരു പാർട്ടി കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്ത സാഹസം വേറെ ആരെയും ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഇന്ത്യയിൽ തന്നെ CMBക്ക് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടില്ല. JSS ഉണ്ടായപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പുലർന്ന് അല്ല, CPMനെ നിങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്ന് CMB രൂപീകരിച്ചു. അതിനേക്കാളും വലിയ സാഹസമായിരുന്നു MV രാഘവൻ മരിച്ച ശേഷം താങ്കൾ ഈ പാർട്ടി നയിച്ചത്? അതൊന്നുമല്ല. ആളുകൾ പുറത്തുനിന്ന് നോക്കുന്ന പോലെ CMBയെ നയിക്കുക എന്നുള്ളത് അത്ര വലിയ ഇതൊന്നും. കാരണം അതിന് സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് MVR പോയിട്ടുള്ളത്. ഡിസ്ട്രിക്ട് കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവുകൾ, നമ്മുടെ പാർട്ടി കോൺഗ്രസ്സുകളുടെ ചിലവുകൾ, ഇതൊക്കെ ആൾക്കാർ എന്നോട് അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ജോൺ ഇതൊക്കെ ചെയ്യുന്നത്? പക്ഷെ അതിനൊരു സിസ്റ്റമുണ്ട്.
അതിന് ആളുകൾ ഞങ്ങൾക്ക് അവരുടെ പോക്കറ്റിൽ നിന്ന് തന്നെ, ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ വേറെ ആളുകൾ തരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അത് എല്ലാ പാർട്ടികളും അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അവർക്കൊരു കാഡർ ബേസ് അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഒരു നല്ലൊരു ഓർഗനൈസേഷൻ ബേസ് ഉണ്ടെങ്കിൽ അനക്കാര്യമല്ല. 10,000 പേര് 1000 രൂപ വീതം എടുത്താൽ 1 കോടി രൂപയായി. അതുകൊണ്ട് പണമൊന്നും പ്രശ്നം. പിന്നെ താങ്കൾ ചോദിച്ചതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ UDF തന്നെ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പക്ഷേ UDF ഞങ്ങളെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അതിനേക്കാളും പ്രധാനമാണ്. മുസ്ലിം ലീഗിന് ശേഷം ഏറ്റവും അധികം കാലം UDF ഒരു കക്ഷി CMB ആണ്. അതെ, യാതൊരു ഗ്യാപ്പും ഇല്ലാതെ. അതെ, 87-ൽ MVR അഴീക്കോട് മത്സരിച്ചതിന് ശേഷം, അതിന് മുമ്പും UDFമായി പെർഫെക്റ്റ് ആയിട്ട് സിങ്ക്. ചില കക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് മുന്നണി വിടുമെന്ന് പറയുമ്പോൾ പോലും CMBയുടെ ഭാഗത്ത് നിന്ന് അത്ര സമ്മർദ്ദമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഞങ്ങളുടെ മുന്നണിയില്ല, ഞങ്ങളെ കൊണ്ട് വിടാനായിട്ട്. അതൊരു പൊളിറ്റിക്കൽ റീസണാണ്. 89 വരെ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. കാരണം ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളും സഹായിക്കാം. ഇപ്പോൾ 89-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, അതിനോടനുബന്ധിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വന്നു. KKN പരിയാരം മരിച്ചപ്പോൾ അന്നവിടെ P. ബാലൻ മാസ്റ്ററാണ് മത്സരിച്ചത്. അപ്പോൾ അന്ന് MVRന് വേണ്ടി ഞാനാണ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെ തളിപ്പറമ്പിൽ സഹായിക്കുന്നത് കൊണ്ട് 20 പാർലമെൻറ്റിലും CMB UDFനെ സഹായിക്കുന്നതാണ് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട്. പക്ഷേ അതിനുശേഷം പാർലമെൻറ്റ് 89-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ UDFൻ്റെ ഭാഗമായി. പിന്നെ ഞങ്ങളത് രാഷ്ട്രീയ മുന്നണിയായിട്ട് മാറി. കാരണം ഈ BJPയുടെ വളർച്ചയ്ക്ക് ശേഷം കോൺഗ്രസുമായി ചേരേണ്ടത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പാർട്ടിക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടാൻ വേണ്ടി ചേരുക എന്നതല്ല. ആദ്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് 87-ലും 89-ലെ തളിപ്പറമ്പ് തെരഞ്ഞെടുപ്പിൽ ചെയ്തത്. അത് വളരെ ഓപ്പണായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 89-ന് ശേഷം കോൺഗ്രസുമായി ചേരുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ പ്രമേയം മാറുന്നവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. CP ജോണിനെ സംബന്ധിച്ച് 2011-ലെ കുന്നമംഗലത്തെ തോൽവി, കുന്നംകുളത്തെ തോൽവി വലിയൊരു ആഘാതമായിരുന്നു. താങ്കൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്നിരുന്നുവെങ്കിൽ ഉറപ്പായും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗവുമായിരുന്നു. അത് വ്യക്തിപരമായി വിഷമിപ്പിച്ചിട്ടുണ്ടോ? അത് വിഷമിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആത്മവഞ്ചനയാണ്. ഒരാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? പക്ഷേ ആ വിഷമം പൊളിറ്റിക്കൽ കോൺസിക്വൻസസിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷവും വിഷമവും, സന്തോഷം കുഴപ്പമില്ല, വിഷമങ്ങളെ മുഴുവൻ സംഘടനാപരമായിട്ടുള്ള എതിർ തീരുമാനങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകന് ചെയ്യാൻ കഴിയുക. ആ കാര്യത്തിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. 480 വോട്ടിന് നമ്മൾ തോറ്റു, ഒരു അപരനായിട്ടൊരാൾ നിന്ന് 800 വോട്ടിലധികം പിടിച്ചു. അപ്പോൾ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പാർട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിനെ അതിജീവിച്ചു. കഴിഞ്ഞ തവണ സീറ്റും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ സീറ്റ് ലഭിക്കാഞ്ഞിട്ടല്ല. കഴിഞ്ഞ തവണ ഞാൻ അല്ലെങ്കിൽ CMP തീരുമാനിച്ചത് ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കണമെന്നൊന്നുമില്ലല്ലോ. പാർട്ടിയുടെ സെക്രട്ടറി മത്സരിക്കുന്നതിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ സഹപ്രവർത്തകനായ CN വിജയകൃഷ്ണനാണ്. ഞങ്ങൾക്കൊരു സീറ്റാണ് ലഭിച്ചത്. അപ്പോൾ അത് നെന്മാറ സീറ്റിൽ വിജയകൃഷ്ണനാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും സീറ്റിന് വേണ്ടി ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇത്തവണ 2 സീറ്റാണ് CMB ആവശ്യപ്പെട്ടത്, പക്ഷേ 1 കിട്ടിയുള്ളൂ. ഈ കോൺഗ്രസ് 95 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അതായത് ഒരു സിംഹഭാഗവും സീറ്റുകൾ കോൺഗ്രസ് കൈയടക്കുന്നൊരു ആക്ഷേപമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിപ്പോൾ സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്, ഞാൻ സീറ്റുകളുടെ പേര് പറയുന്നില്ല, ചോദിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ ഞങ്ങൾ ഏതെങ്കിലും 2-3 സീറ്റ് മത്സരിച്ചിട്ട് അത് ഞങ്ങൾ മത്സരിച്ചു എന്ന് പറയാൻ ഞങ്ങളും താല്പര്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഇത്തവണ CN വിജയകൃഷ്ണന് മത്സരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ചോദിച്ചത്. ഞങ്ങൾ ഒക്ടോബറിൽ ഈ തീരുമാനം എടുത്തതാണ്. കഴിഞ്ഞ 2025 ഒക്ടോബറിൽ പാർട്ടി എടുത്ത തീരുമാനം കോൺഗ്രസിനെ അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു സീറ്റിൽ മത്സരിച്ചതിന് പകരം 3 സീറ്റിൽ മത്സരിച്ച് അതിൻ്റെ ഒരു മേനി അടിക്കണം എന്നില്ല. കാരണം ഞങ്ങളെ കോൺഗ്രസും UDFും ഗൗരവത്തിൽ കാണുന്നുണ്ടെന്നുള്ളത് ഇനി മറ്റാർക്ക് സംശയമുണ്ടെങ്കിലും ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് ഇപ്പം എന്നെ UDFൻ്റെ സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിച്ചത് ഒരു സവിശേഷമായ കാര്യമായിട്ടല്ലേ
കാണേണ്ടത്. അപ്പോൾ യു ഡി എഫിൽ ഞങ്ങൾ വി ആർ സിറ്റിംഗ് പ്രട്ടി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ ഒരു ഒന്ന് രണ്ട് സീറ്റുകൾ തീരെ നമ്മൾ ഉറപ്പായിട്ട് തോൽക്കും എന്നുള്ള സീറ്റ് ആർക്കെങ്കിലും ഒരാൾക്ക് ഇല്ല. അത് ചെറു കക്ഷികൾക്കെല്ലാം 6 മാസം മുമ്പേ സീറ്റുകൾ വീതിച്ച് നൽകണമെന്ന് താങ്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വളരെ വൈകി തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാണ് താങ്കൾക്ക് ഉൾപ്പെടെ സീറ്റ് ലഭിക്കുന്നത്. അതിലൊരു പരിഭവമുണ്ടോ? എനിക്ക് രാഷ്ട്രീയത്തിൽ പരിഭവമെന്നുകൊണ്ട് സംഗതിയില്ല, നിരാശയില്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പറ്റുന്ന പോലെ പ്രവർത്തിക്കുക, ആ പ്രവർത്തിക്കാൻ വയ്യെങ്കിൽ നിർത്തുക. ഈ കുറഞ്ഞ ദിവസങ്ങളിനുള്ളിൽ തിരുവനന്തപുരത്ത് ഓടിയെത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം. ഒരു കാര്യമുള്ളത്, ഇതൊരു ചെറിയ മണ്ഡലമാണ്. ഇതിന് 11-12 കിലോമീറ്റർ നീളമേ ഉള്ളൂ. കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 30 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്താൽ മണ്ഡലത്തിൻ്റെ എല്ലാ ചുറ്റളവുകളിലും നമുക്ക് വരാൻ കഴിയും. അതുകൊണ്ട് പിന്നെ സമയക്കുറവ് ഒരു പ്രശ്നമാണ്. ഈ സമയക്കുറവിൻ്റെ കാരണം യു ഡി എഫോ എൽ ഡി എഫോ ഒന്നുമല്ല, ജ്ഞാനേഷ് കുമാറാണ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അദ്ദേഹം 9-ാം തീയതി തിരഞ്ഞെടുപ്പ് വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു 17-നോ വിഷു കഴിഞ്ഞിട്ട് ഒരു 20-ഓ ഒക്കെ ആകുമായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ സമയമല്ലേ, സമയം കൂടിയ പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ 5-നാണ് നടന്നത്, പക്ഷെ നേരത്തെ അനൗൺസ് ചെയ്യും. ഈ അനൗൺസ്മെൻറ്റും അതേപോലെ തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള ഡേറ്റും കൂടെ ഏതാണ്ട് ഒരേ ഡേറ്റ് പോലെ ആയിപ്പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല പോലെയുണ്ട്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ് LDF ചോദിക്കുന്നത്. ഞങ്ങളുണ്ട് എന്ന് എതിർപക്ഷത്തിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ UDF സാധിക്കുന്നുണ്ടോ? പിന്നെ UDF വരുമെന്നും UDF ഇതിനെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ വീൺവാക്കുകളൊന്നും പറയേണ്ട ആ കാര്യങ്ങളില്ലല്ലോ. ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ. അതായത് ബൈ ഇലക്ഷൻസ് ഞാൻ ആവർത്തിക്കുകയല്ല, തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ, ഈവൻ തോറ്റ ചേലക്കരയിൽ പോലും ഞങ്ങൾ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾക്ക് പ്ലസ്സാണ്. പാർലമെൻറ്റിൽ പ്ലസ്സാണ്. അതേപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ വലിയ പ്ലസ് അല്ലേ നമ്മളുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കോർപ്പറേഷനിൽ ഇവിടെ ഞങ്ങൾ തോൽക്കാനുള്ള കാരണം CPM മാറ്റാൻ കേരളത്തിലുടനീളം ഏതോ രഹസ്യ തീരുമാനം എടുത്തതുപോലെ ജനങ്ങളൊരു രഹസ്യ തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം ഞങ്ങൾ പോലും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ അവരെ മാറ്റുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായിരുന്ന BJP വന്നു. കൊല്ലത്ത് ഞങ്ങൾ ജയിച്ചില്ലേ 40 വർഷത്തിന് ശേഷം. ഈ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരത്തെ നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിയാണ് UDF നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു വലിയ വഴിത്തിരിവിലേക്ക് എത്തി. 3-ാം മോഡി ഗവൺമെൻറ് ഒരു വീക്ക് ഗവൺമെൻറ്റാണ്. 3-ാമത് ജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെൻറ്റാണ്. അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും ചില കാലങ്ങളിൽ അങ്ങനെ വരുമല്ലോ, വന്നു. പക്ഷേ ആ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കാലങ്ങൾ പതുക്കെ ഇങ്ങനെ പുറകോട്ട് പോകുന്നതായിട്ടാണ് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മുടെ കൾച്ചറൽ ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ശബരിമല പിന്നെ സ്വർണ്ണക്കൊള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നെഗറ്റീവായിട്ട് ഗവൺമെൻറ്റിലുള്ളതാണ്, വരുന്നതാണ്. പക്ഷേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ആ പാട്ടല്ല, അത് സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് നിങ്ങൾ പറയുന്നത്. പാത്തുമ്മ പെറ്റ വാവർ മകൻ എന്നുള്ള പല്ലവിയോട് കൂടിയിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ട് മില്യൺസ് ആൾക്കാർ, അത് ഒരു സാധാരണ ഒരു കുട്ടിയാണ് പാടിയത്. ആ കുട്ടി പാടിയ ഒരു അയ്യപ്പ ഭക്തിഗാനം, ആ ഭക്തിഗാനത്തിൽ ഈ മതസൗഹാർദ്ദത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായിരുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ എലമെൻ്റ് വരുമ്പോഴേക്കും ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. ഇവിടെ മതവിദ്വേഷം പറഞ്ഞിട്ടാണ് പൊളിറ്റിക്സ് കൊണ്ടുവന്നത്. ഒരു ക്ഷേത്രം, ഇപ്പോൾ ശ്രീരാമക്ഷേത്രം, അത് മതസൗഹാർദ്ദത്തിൻ്റെ ചിഹ്നമായിട്ടല്ലേ വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതൊരു വൈരാഗ്യത്തിൻ്റെ ചിഹ്നമായിട്ട് വന്നിടത്ത് ശബരിമല ഇപ്പോൾ എല്ലാ കാലമായിട്ടും മതസൗഹാർദ്ദത്തിൻ്റെ ചിഹ്നമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടന്ന ഈ ആറ്റുകാൽ പൊങ്കാല എടുക്കാം. ആറ്റുകാൽ പൊങ്കാല തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അല്ലല്ലോ. ഈ അടുത്ത കാലത്ത് നടന്ന കുറച്ചുള്ള പൊങ്കാല മഹോത്സവങ്ങളിലൊക്കെ കാണുന്നത് എന്താ, എല്ലാ കമ്മ്യൂണിറ്റികളും അതിൽ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യുക. ഇപ്പോൾ പാളയം ഇമാം നമ്മുടെ മണ്ഡലത്തിലാണല്ലോ, അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നിസ്സാരമല്ലല്ലോ. കാരണം നോമ്പ് മാറി മാറി വരും,
പൊങ്കാല എല്ലാ വർഷവും കുംഭമാസത്തിലെ പൂരത്തിനാണ്. അദ്ദേഹം പറഞ്ഞു നമുക്ക് നോയമ്പാണ്, മുസ്ലിം വിശ്വാസികൾക്ക് നോയമ്പാണ്, വെള്ളം കുടിക്കാൻ പോലും പകൽ പാടില്ല, പക്ഷെ നിങ്ങൾ വെള്ളം ചോദിച്ചു വരുന്നവർ കൊടുക്കണം. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാനായിട്ട് പാളയം പള്ളിയിൽ ഇത് കഴിഞ്ഞിട്ട് പോയി. വലിയ പറഞ്ഞ പോലെ റീലിടാനൊന്നുമല്ല, ഞാൻ ഇത് താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ജോൺ, ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളോട് വരുമ്പോൾ ടോയ്ലറ്റുകൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർ റോഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തുണി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ ആ ടോയ്ലറ്റുകൾ വേണ്ടത്രയില്ല. പക്ഷെ അവിടെ മുസ്ലിം പള്ളിയുടെ ടോയ്ലറ്റ് അവർ തുറന്നു കൊടുത്തില്ലേ, അത് പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നല്ല. ക്രിസ്ത്യൻ പള്ളികൾ മണക്കാടൊക്കെയുള്ള പള്ളിയൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ, അത് പുറകോട്ട് പോവുക. ജനങ്ങൾക്ക് മതിയായി. എല്ലാവരും ഇപ്പോൾ നമ്മുടെ നോയമ്പുകാലാണല്ലോ. ഇപ്പോൾ ഈ വർഷത്തെ അത്രയും ഒരു നോമ്പ് തുറയും കാര്യവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മുസ്ലിം സംഘടനകൾക്ക് അപ്പുറത്തേക്ക് നോമ്പ് തുറ കടന്നു വന്നു. അത് താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല. NGO അസോസിയേഷൻ്റെ നോമ്പ് തുറ ഉണ്ടായിരുന്നു. NGO അസോസിയേഷൻ യൂണിയൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ യൂണിയൻ. അവരുടെ റെസിഡൻസ് അവിടെ നോമ്പ് തുറ, അവരുടെ ഓഫീസിൽ നോമ്പ് തുറ. കെ കരുണാകരൻ സപ്തതി മന്ദിരത്തിൽ നോമ്പ് തുറയുണ്ടായിരുന്നു. അതേപോലെ തന്നെ PK റോസി ഫൗണ്ടേഷൻ നോമ്പ് തുറ ഞാൻ പങ്കെടുത്തു. ഇവിടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യൂത്ത് വിഭാഗം YI, യങ് ഇന്ത്യൻസ്, അവരുടെ നോമ്പ് തുറ ഉണ്ടായി. അപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തും നോമ്പ് തുറ എന്നുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള അടുപ്പം. ഇവിടെ ആറ്റുകാൽ വരുമ്പോൾ അവരിങ്ങോട്ട്, ക്രിസ്മസ് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ഇപ്പോൾ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ ശേഷം അതൊക്കെ CPM ഈ തെരഞ്ഞെടുപ്പ് മറുപടി പറയേണ്ടി വരും, ഒരു സംശയമൊന്നുമില്ല കാര്യത്തിൽ. ആ കാര്യത്തിൽ തന്നെ കൂടുതൽ ആളുകൾ സെക്കുലർ ആവുന്നുണ്ട്, കൂടുതൽ വർഗീയാവുമല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട്. അതിൻ്റെ കുന്തമുന രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നയിക്കുന്ന UDF, അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മതേതര ശക്തികൾ, ജാതിമത വ്യത്യാസമില്ലാതെ ന്യൂനപക്ഷങ്ങളും ദളിതുകൾ എല്ലാവരും അവരെയൊക്കെ ക്രൂരമായിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. 150 കുട്ടികൾ എൻ്റെ അറിവിൽ PhD പഠനം ദളിത് കുട്ടികൾ നിർത്തേണ്ടി വന്നു. അത് ഈ നഗരത്തിൽ ഞാൻ സംസാരിക്കാൻ പ്രസക്തമായ കാര്യം. ഈ PhDക്ക് റിസർവേഷൻ ഇല്ല. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? PhDക്ക് റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ റിസർവേഷൻ ഇല്ലെങ്കിലും കേരളത്തിലെ ദളിത് സ്റ്റുഡൻസ് ധാരാളമായിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. നിസ്സാരമായ കാര്യം പറഞ്ഞ് ഗ്രാൻഡ് കൊടുക്കാതെ 150 കുട്ടികൾ പഠനം ഉപേക്ഷിച്ചിട്ട് പോയി. ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു? ലംസം ഗ്രാൻഡ് കൊടുക്കാൻ കുടിശ്ശിക ഇട്ടു. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രാൻഡ് കൊടുത്തില്ല. ഇവിടെ അയ്യങ്കാളിയുടെ നാടാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ്, ചട്ടമ്പി സ്വാമിയുടെ നാടാണ്. ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതല്ലേ. കുമാരനാശാൻ്റെ ഇവിടെ ഇവിടെയല്ലേ അദ്ദേഹം താമസിച്ചത്, ഉള്ളൂർ ഇവിടെയല്ലേ താമസിച്ചത്. അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന പയ്യ ഗുരുസ്വാമി അങ്ങനെയുള്ള ഓരോ ആളുകളും ഈ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് പൊരുതിയ ആൾക്കാരല്ലേ, ജാതിമത ഭേദമന്യേ. അപ്പോൾ ഇതിന് ഈ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അവഗണിച്ചു. ഇതൊക്കെ ഗവൺമെൻറ് വില കൊടുക്കേണ്ടതായിട്ട് വരും. ഈ CP ജോൺ CPM-ലായിരുന്നെങ്കിൽ മന്ത്രിയായ എന്നെ അല്ലെങ്കിൽ പാർട്ടിയിൽ ഉന്നത പദവിയിലെത്തിയെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. താങ്കൾ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്ന് താങ്കൾ ജയിച്ചു വന്നാൽ CMPക്ക് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമോ? അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിന് അർഹതയില്ലേ CMPക്ക്? തീർച്ചയായിട്ടും അർഹതയുണ്ടല്ലോ. CMPക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 2 തവണ ഞങ്ങൾ ക്യാബിനറ്റിൽ വന്നു, ഒരു തവണ ഞങ്ങൾ തോറ്റതുകൊണ്ടല്ലേ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. പിന്നെ ഇഫ്സ് ആൻഡ് ബട്ട്സ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നൊരു കാര്യമില്ല. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.